ഹായ് ഫ്രണ്ട്സ്, നൊയമ്പിൻ്റെ ധ്യാന ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർത്താവിൽ റെസ്റ്റ് കണ്ടെത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ധ്യാനം ചെയ്യുമ്പോൾ ഞാനൊരു വാക്യം ഫസ്റ്റ് വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്കിത് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. But God, being rich in mercy, for his great love wherewith he loved us, even when we were dead through our trespasses, made us alive together with Christ. By grace have ye been saved, and raised us up with him, and made us to sit with him in the heavenly places in Christ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താഭാഗം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, ബട്ട് ഗോഡ് ബീങ് റിച്ച് ഇൻ മേഴ്സി. ഗോഡ് ബീങ് റിച്ച് ഇൻ മേഴ്സി. അപ്പോ എന്താണ് അതിൻ്റെ അർത്ഥം? പലപ്പോഴും നമ്മളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് മണി എന്ന് പറയാൻ പറ്റും, അല്ലേ? സാധാരണക്കാരായ നമ്മളുടെ കാശുണ്ട്. പക്ഷെ ആർ വി റിച്ച് വിത്ത് മണി? നമ്മൾ കാശ് കൊണ്ട് സമ്പന്നരാണോ എന്ന് പറഞ്ഞാൽ ആർ വി റിച്ച് വിത്ത് മണി? അപ്പം having money and being rich with money is two different things. കാശുള്ളതും കാശ് കൊണ്ട് സമ്പന്നരാകുന്നതും രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അപ്പോൾ അതേപോലെ തന്നെ കരുണയുള്ളതും കരുണ കൊണ്ട് സമ്പന്നനാകുന്നതും വലിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ കാശുള്ളവർ എന്തെങ്കിലും ഒരു സാധനം വേണം എന്ന് വെച്ചാൽ അവന്റെ സാമ്പത്തിക ആ ലിമിറ്റേഷൻസിനുള്ളിൽ മാത്രമേ അവന് എന്തെങ്കിലും അത് മേടിക്കാൻ പറ്റത്തുള്ളൂ. അവന്റെ സാമ്പത്തിക സ്ഥിതി എത്രയാണോ അതിനുള്ളിൽ മാത്രമേ അവന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറം ഒരിക്കലും അവന് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരാളുടെ കയ്യിൽ വളരെ നല്ല കാശുണ്ട്, ഹീസ് റിച്ച് വിത്ത് മണി എന്ന് പറയുമ്പോഴത്തേക്ക് അവന് ഇഷ്ടം പോലെ, അവന് ഇഷ്ടമുള്ള എന്താണോ അത് മേടിക്കാം. അപ്പൊ ഈ കരുണ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ അർഹിക്കുന്നത് നമുക്ക് തരാതെ ഇരിക്കുന്നതാണ് കരുണ, ദൈവത്തിന്റെ കരുണ. നമ്മൾ അർഹിക്കുന്നത് എന്താണ്? സർവകടങ്ങളുമാരാഞ്ഞാൽ നരകം താനെന്നവകാശം. അപ്പോ എല്ലാ കടങ്ങളും ആരാഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നരകമാണ് അവകാശമായിട്ട് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒന്നും നല്ലതൊന്നും നമുക്ക് അവകാശമായിട്ട് പറയാൻ പറ്റത്തില്ല. അർഹിക്കുന്നതായിട്ടൊന്നുമില്ല. അപ്പൊ അർഹിക്കുന്നതായിട്ടുള്ള ആ തിന്മയെ നമുക്ക് തരാതെ ഇരിക്കുന്നതാണ് ദൈവത്തിന്റെ കരുണ. അപ്പൊ ഗോഡ് ഈസ് റിച്ച് വിത്ത് മേഴ്സി. ഇപ്പൊ നമ്മൾ വായിച്ചത് എഫീഷ്യൻസ് 2 എഫീഷ്യൻസ് 2:4. ഗോഡ് ഈസ് റിച്ച് വിത്ത് മേഴ്സി. ഈ ഒരു വചനഭാഗത്തിലേക്ക് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്, നമ്മൾ മെഡിറ്റേഷണൽ തോട്ടാണല്ലോ നമ്മളുടെ ആശയം. അപ്പൊ ഈ ഒരു വചനത്തിൽ നമുക്ക് ശരിക്കും മെഡിറ്റേറ്റ് ചെയ്യാം, ബീയിങ് റിച്ച് വിത്ത് മേഴ്സി. അപ്പോ റിച്ച് ആയിട്ടുള്ള ഒരാൾക്ക്, കാശ് കൊണ്ട് സമ്പന്നനായിരിക്കുന്ന ഒരാൾക്ക് അവന്റെ ഇച്ഛകൾക്ക്
ഒരിക്കലും അവനൊരു ലിമിറ്റ് വെക്കത്തില്ല. കാരണം എന്തുണ്ടെങ്കിലും അവൻ പറയും കാശിന് മീതെ പരുന്തും പറക്കത്തില്ലെന്നോ, അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടുഭാഷ പറയാറുണ്ട്. അപ്പൊ കാശിന് മീതെ ഒന്നും, കാശ് വെച്ച് കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടുള്ള ഒന്നുമില്ല എന്നൊരു ആശയമുണ്ട്. അപ്പോൾ അവന്റെ കഴിവിന്റെ പരമാവധി അവൻ എല്ലാ ലിമിറ്റുകളെയും ബ്രേക്ക് ചെയ്ത് ഈ ലോകത്തിൽ സാധിക്കാൻ പറ്റുന്ന എല്ലാം, അവനൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ അവൻ അത് നേടും. അപ്പോൾ ദൈവം ഈസ് റിച്ച് വിത്ത് മേഴ്സി എന്ന് പറയുമ്പോൾ അവന് കരുണ തോന്നേണ്ടതിനോടെല്ലാം അവൻ കരുണ തോന്നും. അതിന് യാതൊരു മാനദണ്ഡവും വെക്കത്തില്ല. അപ്പൊ ഈ കരുണ തോന്നാൻ, കരുണ പാത്രങ്ങൾക്ക്, ഈ കരുണ തോന്നേണ്ട ആൾക്കാർക്ക് ഉള്ള മാനദണ്ഡം എന്താണ്, അല്ലെങ്കിൽ അവരുടെ യോഗ്യത എന്താണ്, ആരോടാണ് കരുണ തോന്നേണ്ടത്, അല്ലെങ്കിൽ ആരോടാണ് കരുണ കാണിക്കേണ്ടത്, ആരോടാണ് കരുണ കാണിക്കേണ്ടത് എന്നുള്ളതിന് അടുത്ത ഒരു വാക്ക് നമ്മൾ ഇതേ വചനഭാഗത്തിൽ വായിക്കുന്നു. ഹീസ് ഗ്രേഷ്യസ്, കൃപയുള്ളവനാണ്. കൃപ എന്ന് പറയുമ്പോൾ അൺമെറിറ്റഡ് ഫേവർ ആണ്, മെറിറ്റ് ഇല്ലാത്ത ഫേവർ. ഇപ്പൊ നമ്മള് ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു കോളേജിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവര് മെറിറ്റ് ബേസിലാണ് നമുക്ക് സീറ്റുകൾ തരിക. മെറിറ്റ് ബേസിൽ അല്ലെങ്കിൽ അവര് കാശിന്റെ ബേസിൽ തരാം. നമ്മൾ ഡൊണേഷൻ കൊടുക്കുന്നതിന്റെ ബേസിസിൽ നമുക്ക് അഡ്മിഷൻ തരാം. അതൊരിക്കലും ഗ്രേസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഈ അഡ്മിഷൻ കിട്ടാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നടന്നു കിട്ടുവാനുമായിട്ട് there is a parameter. ആ പാരാമീറ്റർ നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിന് എലിജിബിൾ ആവത്തുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് ഏർണിംഗ് എലിജിബിലിറ്റി എന്ന് പറയാം. നമ്മൾ എലിജിബിൾ ആയി മാറുകയാണ്. പക്ഷെ ഗ്രേസ് എന്ന് പറയുമ്പോൾ അതിലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്ന് മാത്രമേ ഉള്ളൂ. ആ എലിജിബിലിറ്റി എന്താന്ന് പറഞ്ഞാൽ ഇതിന് യോഗ്യനാവരുത്. യോഗ്യത ഇല്ലാത്തവർക്കാണ് ഈ ഗ്രേസ് കിട്ടുന്നത്. അപ്പോൾ ഗോഡ് ഈസ് റിച്ച് വിത്ത് ലവ്. ദൈവം സ്നേഹത്തിൽ സമ്പന്നനാണ്. ഗോഡ് ഈസ് റിച്ച് വിത്ത് മേഴ്സി. ദൈവം കരുണയാൽ സമ്പന്നനാണ്. പക്ഷെ ഈ കരുണ അവൻ ആർക്ക് കൊടുക്കും? ചോദ്യത്തിന് ഉത്തരം നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ അവൻ കൃപയുള്ളവനാണ്. അവൻ കൃപയും സത്യവും നിറഞ്ഞവനാണ്. അപ്പൊ കൃപയുള്ളവൻ എന്താണ്? മെറിറ്റ് നോക്കിയല്ല മാർക്ക് ഇടുന്നത്, മെറിറ്റ് നോക്കിയല്ല തൻ്റെ കരുണയെ വർഷിക്കുന്നത്. അവൻ അവന്റെ സ്നേഹത്തിന്റെ പുറത്താണ് അവൻ ആ കരുണയെ വർഷിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങള് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ വീടിന്റെ ഒരു നിലയും കൂടി പണിതുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നിങ്ങൾ വരുമ്പോ തന്നെ വന്നോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരുത്തി നല്ല ചായയൊക്കെ തന്നിട്ട് ഞങ്ങളുടെ വീട് പണിയൊക്കെ നടക്കുകയാണെന്നും പറഞ്ഞ് പുതിയ പണിയുന്ന സ്ഥലങ്ങളൊക്കെ പോയി കാണിക്കും. അപ്പം നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരുമ്പം ഞാൻ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ കപ്പാസിറ്റി എന്താണ്, അല്ലെങ്കിൽ എൻ്റെ റിച്ച്നെസ്സിനെ ഞാൻ കാണിക്കും എപ്പോഴും. ഈ ഇടയ്ക്ക് ഞാനൊരു പോസ്റ്റ് ഇടുകയുണ്ടായി. അതിനകത്ത് ഞാൻ ഒരു ഫോട്ടോയാണ്, അതിലിങ്ങനെ കൈ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൈക്കകത്ത് എൻ്റെ ഒരു ബാൻഡ് കിടപ്പുണ്ടായിരുന്നു. ആ ബാൻഡ് എനിക്ക് കാണിക്കണമെന്ന് തോന്നി. അപ്പൊ അതിന്റെ താഴെ നമ്മുടെ ബിന്നി പി ജോൺ വന്നിട്ട് ഒരു കമന്റ് ഇട്ടു, 100 രൂപയുടെ ഗ്ലാസും 99 രൂപയുടെ വാച്ചും വെച്ച് ഷോ കാണിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട്. ഞാനത് 10,000-2,500 രൂപ കൊടുത്ത് മേടിച്ചൊരു വാച്ചാണ്. ആ സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് മേടിച്ചത്. അപ്പൊ എനിക്കത് എൻ്റെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. അപ്പോ ഞാൻ എൻ്റെ റിച്ച്നെസ്സിനെ ഞാനവിടെ എന്ത് ചെയ്യാണ്? എൻ്റെ റിച്ച്നെസ്സിനെ ഞാനവിടെ ഡെപ്പിക്റ്റ് ചെയ്യാണ്. അതൊക്കെ പോട്ടെ. പലപ്പോഴും ഈ നാട്ടിൽ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പല കല്യാണങ്ങൾ നടക്കുമ്പോൾ
കാശില്ലാത്തവനാണേലും അവൻ ലോൺ എടുത്തായാലും അതിഗംഭീരമായിട്ട് കല്യാണം നടത്തും. കാരണം ആ കല്യാണം നടത്തുന്നത് അവരുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസിനെ ഡെപിക്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം റിച്ചാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ അത്ര താഴ്ന്നവരൊന്നും അല്ല, ഞങ്ങളൊക്കെ നല്ല ടീമൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്, വലിയ പരിപാടികൾ വെക്കുന്നു. അപ്പോൾ എല്ലാവരും അവരവരുടെ സ്റ്റാറ്റസ് കൂട്ടിക്കാണിക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു, വളരെ ഗംഭീരമായിട്ട് നടത്തുന്നു. കാശുള്ളവരാണെങ്കിൽ എന്താ, നല്ല രീതിക്ക് കാശുള്ളവരാണെങ്കിൽ ഭയങ്കരമായിരിക്കും. റിസോർട്ട് എടുത്തു കൊടുക്കുന്നു, റിസോർട്ടിൽ വെച്ച് റിസപ്ഷൻ നടത്തുന്നു, ഭയങ്കര രീതിക്കുള്ളതായിരിക്കും. ഇപ്പോ അംബാനിയുടെയോ ഏതോ ഒരു റിച്ചസ്റ്റ് പേഴ്സന്റെ ഏതോ ഒരു മകളുടെ എന്തോ കല്യാണം നടക്കും, മകളുടെ മകന്റെ ഒരു കല്യാണത്തിന്റെ സമയത്ത് ഞാൻ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. അവര് അടിച്ചു കൊടുത്ത വെഡിങ് കാർഡ് തന്നെ എന്തോ 10,000 രൂപ എന്തോ വിലയുള്ള, അല്ലെങ്കിൽ വളരെ നല്ല റേറ്റ് കൂടിയ അതിഭയങ്കരമായ ഒരു വെഡിങ് കാർഡാണ് അവർ അടിച്ചു കൊടുത്തത്. അപ്പം എല്ലാവരും ശ്രമിക്കുന്നത് അവർക്കുള്ളത് എന്താണോ അത് നന്നായിട്ട് കാണുക. ഇപ്പൊ തന്നെ ഞാൻ പലപ്പോഴൊക്കെ നമ്മുടെ ചില പാസ്റ്റർമാരൊക്കെ പെന്റക്കോസ്റ്റിൽ പ്രസംഗിക്കും, 2 കീറത്തുണിയെ ഉള്ളെങ്കിലും അത് വൃത്തിക്ക് അലക്കി തേച്ച് മിനുക്കി ഇട്ടുകൊണ്ട് നടക്കണം, അത് സ്വോത്രം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറയും. അപ്പം ഇതുകൊണ്ടൊക്കെ എന്താണ് നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നത്? നമുക്ക് എന്താണോ ഉള്ളത് അത് നമ്മൾ ലോകത്തിനെ കാണിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് നമ്മുടെ ഒരു ഇൻബോൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില ആൾക്കാർ ഉള്ളതും കാണിക്കും, ഇല്ലാത്തതും കാണിക്കും. ഇപ്പോ യൂസഫ് അലി നമ്മളെ ലുലുമാള് കാണിക്കാൻ കൊണ്ടുപോയാൽ എങ്ങനെ ഇരിക്കും? അദ്ദേഹം പറയും, ഇത് കണ്ടോ, ഇവിടെ ഇട്ടേക്കുന്ന ഇങ്ങനത്തെ സംഭവമാണ്, ഇവിടെ ഈ ടെക്നോളജീസ് ആണുള്ളത്, ഇവിടെ ഇത്രയും ബിൽഡിംഗ് ആണുള്ളത്, ഇവിടെ പാർക്കിംഗ് ഇത്രയാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് ഒരുപാട് വാചാലനാകും. കാരണം എന്താ? കാരണം ഹീസ് പ്രൗഡ് ഓഫ് വാട്ട് ഹി ഹാവ്. നമ്മളൊക്കെ എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ നമുക്കുള്ളതിനെ പൊക്കി കാണിക്കാൻ? ബിക്കോസ് വി ആർ പ്രൗഡ് ഓഫ് വാട്ട് വി ഹാവ് ആൻഡ് വി ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഷോ ഇറ്റ് ടു അതേഴ്സ്. നമുക്കുള്ളതിനെ കുറിച്ച് നമ്മൾ അഭിമാനമുള്ളവരാണ്. അതേപോലെ തന്നെ അത് മറ്റുള്ളവരെ കാണിക്കുന്നതിൽ നമ്മൾ ഒട്ടും മടിയും കാണിക്കുന്നില്ല. അപ്പം ധനത്തിന്റെ കാര്യത്തിൽ ദുഷ്ടന്മാരായ നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് ഹീസ് റിച്ച് വിത്ത് മേഴ്സി. അപ്പം മേഴ്സിയുടെ കാര്യത്തിൽ, കരുണയുടെ കാര്യത്തിൽ ആ ദൈവം എത്രത്തോളം കരുണ കാണിക്കും എന്നുള്ള ഒരു വലിയ ഡീപ്പ് രഹസ്യമല്ല, അതൊരു പരസ്യമാണ്. പക്ഷെ പല വ്യക്തികളുടെയും മനസ്സിൽ ന്യായപ്രമാണത്തിന്റെ മൂടുപടം കിടക്കുന്ന കാരണം അവർക്ക് ആ ഒരു ട്രൂത്ത് റിവീൽ ആകാതെ പോവുകയാണ്. God is rich with mercy. അപ്പൊ നിങ്ങൾ ഇനി ഈ വചനം വായിക്കുമ്പോൾ ഒന്ന് മനസ്സിരുത്തി വായിക്കുക, അവിടെ ഒന്ന് കണ്ണടയ്ക്കുക, ആ വചനഭാഗത്തെ ഒന്ന് ധ്യാനിക്കുക. God is rich with mercy. അവന്റെ കരുണയുടെ റിച്ച്നെസ്സിനെ മെഡിറ്റേറ്റ് ചെയ്യുക. God is rich with mercy. നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. Even when we were dead through our trespass, made us alive together with Christ. By grace ye have been saved. അപ്പൊ ഇവിടെ നമ്മളെ തെരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയാണ് രക്ഷിച്ചതെന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിക്കാം. ഈവൻ വെൻ വി വർ ഡെഡ് ത്രൂ അവർ ട്രെസ്പാസ്. അപ്പൊ നമ്മൾ ഡെഡ് ആയിരുന്നു, യോഗ്യതയില്ല, നമുക്ക് യോഗ്യതയില്ല. ഡെഡ് എന്ന് പറയുമ്പോൾ അവിടെ കംപ്ലീറ്റ് എൻഡ് ആണ്. ഏതൊരു മനുഷ്യന്റെയും പ്രവൃത്തിയുടെ മാക്സിമം ലിമിറ്റ് വന്നു കഴിഞ്ഞാൽ അവൻ ഇനി ഒന്നും ചെയ്യാനില്ലാതെ ആവുമ്പോഴാണ് അവിടെ ഡെഡ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈവൻ വെൻ വി വർ ഡെഡ് ത്രൂ അവർ ട്രെസ്പാസസ് മെയ്ഡ് us alive together with Christ and raised us up with him and made us to sit with him in heavenly places.
അപ്പൊ ഇവിടെ നമ്മുടെ ഒരു പ്രവർത്തികളും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സർവ്വലോകത്തിനുമുള്ള ആ ഒരു റിസ്റ്റോറേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാരണം നമ്മൾ പലപ്പോഴും ഈ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ തിങ്കിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ പാശ്ചാത്യ ലോകം എപ്പോഴും ഞാൻ എന്നുള്ളതിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഇപ്പൊ പേഴ്സണൽ സാൽവേഷൻ, സ്വയമായിട്ട് രക്ഷ സ്വീകരിക്കുക, പേഴ്സണൽ ഫെയ്ത്ത്. ഇപ്പൊ പെന്റക്കോസ്റ്റിലുള്ള ആൾക്കാർ പലതും പറഞ്ഞത് പേഴ്സണൽ ഫെയ്ത്ത്. കാരണം എല്ലാവർക്കും അവരവരുടെ വിശ്വാസമാണ് ഒരു സ്ഥിരമായിട്ടുള്ള. അപ്പൊ പേഴ്സണൽ ഫെയ്ത്ത്, പേഴ്സണൽ ബാപ്റ്റിസം. പക്ഷെ ഇത് പേഴ്സണൽ ആകുന്നത് ഈ പാശ്ചാത്യ ലോകത്ത് അത് പേഴ്സണൽ ആകുമ്പോൾ പൗരസ്ത്യ ലോകത്തിൽ അത് അസ് എന്നുള്ള കോൺസെപ്റ്റിലേക്കാണ്, നമ്മൾ എന്നുള്ള അല്ലെങ്കിൽ ഞങ്ങൾ എന്നുള്ള വിഷയത്തിൽ ആ വിശ്വാസത്തിലാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ പ്രമാണം ഏറ്റു പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയുന്നത്. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഈ വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ അസ് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അവർ, അസ്, ഞങ്ങളുടെ, നമ്മുടെ. അപ്പൊ എല്ലാവരെയും കുറിച്ചാണ് ഇവിടെ. ഓൾ ഇൻക്ലൂസീവ് ആണ്, അല്ലാതെ പേഴ്സണൽ ആയിട്ടല്ല. ഈവൻ വെൻ വി വെർ ഡെഡ്, കണ്ടോ, വി വെർ ഡെഡ് ത്രൂ അവർ ട്രെസ്പാസസ് made us alive together with Christ. By grace ye have been saved, and raised us up with him, and made us to sit with him in heavenly places. അപ്പൊ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട് and made us to sit with him in heavenly places. ആ ഒരു വാക്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം മേക്കിംഗ് യു സ്പീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ സംസാരിക്കാൻ നിർബന്ധിതനാക്കുക. ഐ വിൽ മേക്ക് യു സ്പീക്ക് ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. ഐ വിൽ മേക്ക് യു സേ ദ ട്രൂത്ത്. അല്ലെങ്കിൽ അപ്പം ഐ വിൽ മേക്ക് യു എന്ന് പറയുമ്പോൾ എന്താ? ഈ ചെയ്യുന്ന വ്യക്തിയുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി ചെയ്യിപ്പിക്കുന്നയാള് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് മേക്ക് യു എന്ന് പറഞ്ഞ്, മേക്ക് യു ഡു സച്ച് സംതിങ് എന്ന് നമ്മൾ പ്രയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ആൻഡ് ഹി മെയ്ഡ് us ടു സിറ്റ് വിത്ത് ഹിം ഇൻ ഹെവൻലി പ്ലേസസ്. അപ്പം സ്വർഗസ്ഥാനങ്ങളിൽ നമ്മളെ അവൻ, നമ്മുടെ ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചോദിച്ചില്ല, അവൻ പിടിച്ചിരുത്തി. അവൻ നമ്മളെ സ്വർഗസ്ഥാനങ്ങളിൽ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ യുവർ വർക്ക്സ്, നിന്റെ പ്രവൃത്തിയുടെ അളവ് നോക്കിയിട്ടല്ല. അവനങ്ങനെ പിടിച്ചിരുത്താനുള്ള കാരണം ദ റിച്ച്നെസ് ഓഫ് ഹിസ് മേഴ്സി, അവന്റെ കരുണയുടെ സമ്പന്നത. And that the ages to come he might show the exceeding riches of his grace. കണ്ടോ, ഞാൻ പറഞ്ഞ വാക്യം അവിടെ കണക്ട് ആകുകയാണ്. കാരണം അവൻ അങ്ങനെ പിടിച്ചിരുത്തിയതിന്റെ കാരണം എന്താ? കാരണം ഇൻ ദ ഏജസ് ടു കം, വരുവാനുള്ള ജനറേഷനിൽ അല്ലെങ്കിൽ ഏജസിൽ, that he might show the exceeding riches of his grace. ദൈവത്തിന്റെ കരുണയുടെ എക്സീഡിങ് റിച്ചസ് ദൈവത്തിന് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മള് വലിയ പരിപാടികളും ഫംഗ്ഷനുകളും നടത്തിയിട്ട് നമ്മുടെ റിച്ചസ് ഷോ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ദൈവത്തിന്റെ റിച്ചസ് ഷോ ചെയ്യുവാൻ, വരുവാനുള്ള ജനറേഷനിൽ അവന്റെ റിച്ചസ് ഷോ ചെയ്യുവാൻ അവൻ നമ്മളെ ഇരുത്തി. ആ ഹെവൻലി പ്ലേസസിൽ നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്. ഇവിടെ പറയാൻ പറ്റും, ഇവിടെ വായിക്കുന്നുണ്ട് ഈവൻ വെൻ വി വർ ഡെഡ് ത്രൂ അവർ ട്രെസ്പാസസ് മെയ്ഡ് us alive together with Christ. മെയ്ഡ് us alive together with Christ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു വലിയ ക്രിസ്റ്റോളജിക്കൽ ട്രൂത്ത് ഇരിപ്പുണ്ട്. ക്രിസ്തു ഉയർത്തപ്പോൾ മനുഷ്യവർഗവും മരണത്തിൽ നിന്ന് ഉയർത്തു. മശിഹ മരണത്തെ കൊന്നു. അതെങ്ങനെയാണ് ക്രിസ്തു ഉയരുമ്പോൾ മനുഷ്യവർഗം ഉയരുന്നത്? കാരണം ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു. വേർപിരിയാൻ പറ്റാത്ത രീതിയിൽ ഒന്നായിരിക്കുകയാണ്. മിയാഫൈസിറ്റിസം. ഇതെല്ലാം സംഭവിക്കുന്നത് പരിശുദ്ധ മാതാവിൽ നിന്നാണ്. ആ ഹ്യൂമൻ DNA
ആ റിസ്റ്റോർ ചെയ്യപ്പെട്ട ഹ്യൂമൻ DNA പരിശുദ്ധ മാതാവിൽ നിന്നാണ് വരുന്നത്. സോ ദ ഹോൾ ഹ്യൂമൻ വേൾഡ് ഈസ് റേസ്ഡ്. മനുഷ്യവർഗം മുഴുവൻ റേസ് ചെയ്യപ്പെട്ടു. ആ ഒരു വലിയ സത്യത്തിലേക്കാണ് നമ്മളിവിടെ വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കാണാം, ഹി മെയ്ഡ് അസ് ടു സിറ്റ് വിത്ത് ഹിം ഇൻ ദ ഹെവൻലി പ്ലേസസ്. ഈ ഒരു വാക്യത്തിൽ നമുക്ക് മനസ്സിലാവും, ഹി മെയ്ഡ് അസ് ടു സിറ്റ്. അപ്പം ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഓൾറെഡി ഹാപ്പൻഡ്, ഓൾറെഡി നടന്നു കഴിഞ്ഞ ഒരു സംഗതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓൾറെഡി നടന്നു. പലപ്പോഴും ക്രിസ്തീയ ലോകത്തിലുള്ള എല്ലാവരും ശ്രമിക്കുന്നത് സ്വർഗത്തിൽ പോകാനാണ്, അല്ലെ, സ്വർഗത്തിൽ പോയിരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പല കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാവരും അങ്ങനെയാണ്, ഏത് മതത്തിലുള്ളവരായിക്കോട്ടെ, എല്ലാവരും സ്വർഗത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ്, ഹി മെയ്ഡ് us to sit with him in the heavenly places. അപ്പൊ നമ്മളെ ഓൾറെഡി അവൻ ഇരുത്തി കഴിഞ്ഞു എന്നുള്ള സത്യമാണ് നമുക്ക് ഇവിടെ മനസ്സിലാവുന്നത്. സ്വർഗസ്ഥാനങ്ങളിൽ നമ്മൾ ഇനി പോകാൻ വേണ്ടി ഇരിക്കുകയല്ല. നമുക്ക് പാട്ടൊക്കെ ഉണ്ടല്ലോ, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അപ്പൊ സിയോനിലേക്കുള്ള യാത്രയാണെന്നൊക്കെ പറഞ്ഞപ്പം അതൊന്നുമല്ല. നമ്മൾ ഓൾറെഡി ഇരിക്കുന്നത് ഹെവൻലി റെലമിലാണ്. ആ ദൈവിക എക്സ്പീരിയൻസിലാണ്, ആ ദൈവത്തിന്റെ കൂടെയാണ് നമ്മൾ ഇരിക്കുന്നത്. ദൈവത്തിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ആണ്. അതെങ്ങനെയാണ് ആ എക്സ്പീരിയൻസ് വരുന്നത്? അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹി മെയ്ഡ് us to sit with him in heavenly places in Christ Jesus. അപ്പൊ ഇൻ ക്രൈസ്റ്റിലാണ് ഇത് സംഭവിക്കുന്നത്. പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് ക്രിസ്തു നമ്മളിൽ ഉണ്ടാവാനാണ്. ക്രിസ്തു, ദൈവമേ എന്നിൽ കൂടെ ക്രിസ്തു വെളിപ്പെടണേ, മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പം ഒരു പാസ്റ്റർ മീശ പഠിക്കുമ്പോൾ അത് എന്നിൽ കൂടെ ക്രിസ്തു വെളിപ്പെടുന്നു, ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ എന്നിൽ കൂടെ ക്രിസ്തു വെളിപ്പെടുന്നു. എല്ലാവരും സാധാരണ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എന്നിൽ കൂടെ ദൈവമേ എന്നിൽ നീ ഉണ്ടായിരിക്കണമേ, എന്നിൽ നീ വരണമേ, പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ സംസാരിക്കുന്നത് ദൈവത്തിനെ എൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്നതിനെ കുറിച്ചല്ല, ദൈവത്തിൽ ഞാൻ ഇരിക്കുന്നതിനെ കുറിച്ചാണ്. ഗോഡ് ഇൻ മീ ആൻഡ് ഐ ഇൻ ഗോഡ്. ഒരു അമ്മ ഒരു കുഞ്ഞിനെ വയറ്റിൽ സൂക്ഷിക്കുമ്പോൾ ആ അമ്മ ഒരുപാട് കെയർഫുൾ ആയിരിക്കും ആ കുഞ്ഞിനൊന്നും പറ്റാതിരിക്കാൻ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ സ്ട്രഗിൾ മൊത്തം എടുക്കുന്നത് ആരാ? ആ കുഞ്ഞിന്റെ സേഫ്റ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഉദരത്തിൽ കിടക്കുന്ന ആൾ, അല്ലെങ്കിൽ ഉള്ളിലിരിക്കുന്ന ആളുടെ സേഫ്റ്റിക്ക് വേണ്ടി അധ്വാനിക്കുന്നത് ആരാണ്? ആ ഉള്ളിലിരിക്കുന്ന ആളിനെ വഹിക്കുന്ന ആളാണ്. അപ്പൊ ദൈവത്തിനെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യര് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അവരൊരുപാട് അധ്വാനിക്കും. അവര് ഉപവാസം എടുക്കും, അവർ ഈ പറഞ്ഞ പോലെ കൈയടിച്ച് ബഹളം വെക്കും, അവര് ഓൾ നൈറ്റ് പ്രയറുകൾ വെക്കും, പല പരിപാടികൾ വെക്കും. അവര് വിശുദ്ധിയും വേർപാടും കാത്തു സൂക്ഷിക്കാൻ തത്രപ്പാട് പെടും. വെള്ളം മാത്രമേ ഇടത്തുള്ളൂ. അങ്ങനെ അവരുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന് ഒരു കോട്ടവും പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് കെറിച്ചു പോകുമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന് ഒരു കോട്ടവും പറ്റാതിരിക്കാൻ തന്നെ ഇവര് അങ്ങ് ശ്രദ്ധിച്ചങ്ങ് നടക്കുക, വളരെ ശ്രദ്ധിച്ച്. അത് ദൈവത്തെ ഉള്ളിൽ വഹിക്കുന്ന എക്സ്പീരിയൻസാണ്. പക്ഷെ ദൈവത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ബീയിങ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ഉള്ളിലിരിക്കുന്നു. ഒരു ശിശു തൻ്റെ അമ്മയുടെ ഉള്ളിൽ
കെയർ ഫ്രീ ആയിട്ടിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഉള്ളിൽ കെയർ ഫ്രീ ആയിട്ട് ആ ഒരു സമാധാനത്തിൻ്റെ എക്സ്പീരിയൻസിൽ ജീവിക്കുന്ന ഒരനുഭവമാണ് ബീയിങ് ഇൻ ക്രൈസ്റ്റ്. ആ വാക്യം എല്ലാവരും ധ്യാനിക്കുക. ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്. ദൈവത്തിൻ്റെ ഉള്ളിലിരിക്കുക. ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്ത് ചെയ്യും? കാലും കൈവിട്ട് അടിക്കും, എന്ത് ചെയ്യണോ അതൊക്കെ ചെയ്യും. പക്ഷെ ടെൻഷൻ അടിക്കുന്ന ആരാ? അമ്മ അടിക്കുന്നത്. സോ ദ ചൈൽഡ് ഇസ് ഫ്രീ. ഉള്ളിലിരിക്കുന്ന ആൾക്ക് എന്ത് വേണേലും ചെയ്യാം. ടെൻഷൻ അടിക്കുന്ന ആരാ? അത് ശ്രദ്ധിക്കേണ്ടത് ആരാ? പുറമെ ആ വ്യക്തിയെ വഹിക്കുന്ന ആളാണ്. ഇപ്പൊ ക്രിസ്തുവിന്റെ ഉള്ളിലിരിക്കുന്ന നമ്മൾക്ക് കെയർ ഫ്രീ ആയിട്ടിരിക്കാം. വർക്സിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാം. വർക്സിൽ നിന്ന് ഒഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. ഇന്ന് ആ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലാണോ നമ്മൾ ഇരിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. പലപ്പോഴും ദൈവത്തെ പ്രീതിപ്പെടുത്താനായി പല കാര്യങ്ങൾ നമ്മൾ ചെയ്യും. എന്തെങ്കിലും ഒരു കുറ്റം, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്ക് ദൈവമേ എന്തുകൊണ്ട് എനിക്ക് പ്രശ്നം വന്നു, ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നുള്ളൊരു ചോദ്യമാണ്. ദൈവത്തെ വഹിക്കുന്ന ഒരു ഒരു പ്രവണതയല്ലേ നമ്മൾ കാണിക്കുന്നത്? ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. എങ്ങനെയാണ്? ഒരു ശിശുവിന്റെ ഉള്ളിൽ ആ ശിശുവിന്റെ അമ്മയുള്ളതുപോലെ. ആ അമ്മ ഉള്ളിൽ കയറി പോവല്ല, ആ അമ്മയുടെ സീഡ് അവൻ്റെ ഉള്ളിലുണ്ട്. അതേപോലെ ദൈവത്തിൻ്റെ സീഡ് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ആ ദൈവത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരായിട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുഴയും, നിങ്ങൾ കുഴഞ്ഞു പോകും. സോ ദൈവത്തെ വഹിക്കുന്നതിൽ നിന്ന് ദൈവം വഹിക്കുന്നവരായി മാറുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഹെവൻലി റലമിലേക്ക് ട്രാൻസ്ഫോം ആവപ്പെടുകയാണ്. നമ്മൾ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന്, വർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന്, ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും ഓടി നടന്ന് പ്രതിഷ്ഠകളും അതും ഇതും എല്ലാം ചെയ്യുന്ന നമ്മൾ, ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് പലതും ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യും? ആ വർക്കിൽ നിന്നെല്ലാം സീസ് ചെയ്യും, ഒന്ന് പുറകോട്ട് വലിയും. എന്നിട്ട് ദൈവത്തിൽ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കും. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ അവിടെ അതാണ് പറയുന്നത്, ഹെവൻലി എക്സ്പീരിയൻസിനെ കുറിച്ച്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ആൻഡ് മെയ്ഡ് us sit with him in heavenly places in Christ. അപ്പം നമ്മൾ ഇരിക്കുന്നത് എവിടെയാണ്? നമ്മൾ ഇരിക്കുന്നത് ഹെവൻലി പ്ലേസസിലാണ്. വി ആർ സിറ്റിംഗ് ഇൻ ഹെവൻലി പ്ലേസസ് എന്നുള്ള ആ ഒരു അറിവിലേക്ക് നമ്മളെല്ലാവരും വരണം. അതെങ്ങനെയാണ് ഹെവൻ? അപ്പൊ ഹെവൻ എന്ന് പറയുന്നത് ഒരു ജിയോഗ്രഫിക് പ്ലേസ് അല്ല. നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ടല്ലേ, മുത്തിനാൽ നിർമ്മിതമാം 12 ഗോപുരങ്ങൾ. ഇപ്പൊ മുത്ത് കൊണ്ടുണ്ടാക്കിയ 12 ഗോപുരമൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ സ്വർഗത്തെക്കുറിച്ച് നമ്മളിങ്ങനെ സ്വപ്നം കാണാറുണ്ട്. അതെ, പക്ഷെ സ്വർഗം എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു വാക്യം വായിച്ച് തന്നെ മനസ്സിലാക്കാം. അതിന് യോഹന്നാൻ 3:13 നമുക്ക് പോവാം. എല്ലാവർക്കും കാണാൻ പറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ യോഹന്നാൻ 3:13 യേശു ക്രിസ്തു പറയാണ്, ആൻഡ് നോ വൺ ഹാത്ത് അസെൻഡഡ് ഇൻ ടു ഹെവൻ. സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയവൻ, സ്വർഗത്തിൽ ഇരിക്കുന്നവനുമായ. നോ വൺ ഹാസ് അസെൻഡഡ് ഇൻ ടു ഹെവൻ but he that descended out of heaven, the Son of Man who is in heaven. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല.
അപ്പൊ ഇവിടെ പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, പക്ഷെ സ്വർഗത്തിലായിരിക്കുന്നത്. The one who has, no one has ascended into heaven, but he that descended out of heaven, the Son of Man who is in heaven. അപ്പൊ ക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ പറയാണ് സ്വർഗത്തിൽ ആരും കയറിയിട്ടില്ല എക്സെപ്റ്റ് ദ സൺ ഓഫ് മാൻ, മനുഷ്യപുത്രനല്ലാതെ സ്വർഗത്തിൽ ആരും കയറിയിട്ടില്ല. ബട്ട് റൈറ്റ് നൗ ഹി ഈസ് ഇൻ ഹെവൻ. ഹു ഈസ് ഇൻ ഹെവൻ? അപ്പൊ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഇരുന്നപ്പോ തന്നെ പറയാണ് യേശു ജീവിച്ചത് സ്വർഗത്തിലാണെന്ന്. അപ്പൊ സ്വർഗം എന്ന് പറയുന്നത് ഈ മുത്തുകൊണ്ട് നിർമ്മിച്ച 12 ഗോപുരമൊക്കെ ഉള്ള പാലിന്റെ തേനിന്റെ പുഴയൊക്കെ ഒഴുകുന്ന സ്ഥലമൊന്നും അല്ല സ്വർഗം. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അത് നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ക്രിസ്തു സ്വർഗത്തിൽ ഇരിക്കുന്നത് തന്റെ പിതാവിന്റെ കൂടെയാണ്. ആ ദൈവിക ട്രിനിറ്റിയിലുള്ള ലൈഫിനെയാണ് നമ്മൾ സ്വർഗം എന്ന് വിളിക്കുന്നത്. ആ ട്രിനിറ്റേറിയൻ റിലേഷൻഷിപ്പിൽ ഭാഗമാകുന്നതാണ് സ്വർഗത്തിന്റെ എക്സ്പീരിയൻസ്. അതാണ് അവിടെ പറയുന്നത് സ്വർഗത്തിൽ ഇരിക്കുന്നവനായി. പക്ഷെ എവിടാ നിൽക്കുന്ന യേശു? യേശു നിൽക്കുന്നത് ഭൂമിയിൽ തന്നെയാണ്, പക്ഷെ സ്വർഗത്തിൽ ഇരിക്കുന്നവനായി എന്ന് പറയുന്നു. സോ ഹെവൻ ഈസ് എ ഡയമെൻഷൻ. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് വിത്ത് ട്രിനിറ്റി. ആ ട്രിനിറ്റിയുടെ സ്നേഹത്തിൽ ഇരിക്കുന്ന അവസ്ഥയാണ് ആ ഹെവൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ധ്യാനിച്ച ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയ ദൈവത്തിന്റെ കരുണയെക്കുറിച്ചാണ്. ദൈവം എത്രത്തോളം റിച്ച് ആണ്, സമ്പന്നനാണ്, തന്റെ കരുണയിൽ എത്രത്തോളം സമ്പന്നനാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ്. അപ്പൊ ദൈവത്തിന്റെ കരുണയുടെ സമ്പന്നത കൊണ്ടാണ് സുറിയാനി സഭ കുറിയലായിസോൻ എന്നുള്ള പ്രാർത്ഥന എപ്പോഴും ചൊല്ലുന്നത്. കാരണം ഞാൻ പെന്തക്കോസ്തിലായിരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ചോദിക്കുമായിരുന്നു, എന്തിനാ ഈ കുറിയലായിസോൻ അല്ലെങ്കിൽ ദൈവമേ കരുണ തോന്നണേ എന്നൊക്കെ എന്തിനാ പറയുന്നത്? ഈ ദൈവത്തിന് ഇത്രയും പോലും കരുണയില്ലേ? ഇവന്മാര് വിളിച്ചു കൂവിയിട്ടു ഈ ദൈവം കരുണ തോന്നുന്നില്ലല്ലോ എന്ന് ഞാൻ പലപ്പോഴും കളിയാക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറിയലായിസോൻ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്, ദൈവമേ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്, ഇത് കുറെ എണ്ണം കേട്ടാലെങ്കിലും ഒരെണ്ണത്തിലേലും കരുണ തോന്നുമല്ലോ എന്ന് പറഞ്ഞിട്ടല്ല. നമ്മൾ എത്ര പ്രാവശ്യം കരുണ തോന്നണമേ എന്ന് പറഞ്ഞാലും അത്രയും പ്രാവശ്യം കരുണ തോന്നാനായിട്ട് ദൈവം കരുണ കൊണ്ട് സമ്പന്നനാണ്. ദൈവത്തിന്റെ കരുണയുടെ സമ്പന്നത കാരണമാണ് നമ്മൾ ഈ കുറിയലായിസോൻ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കും. ബിക്കോസ് വി ആർ കോൺഫിഡന്റ് ദാറ്റ് എത്ര തവണ കുറിയലായിസോൻ പറഞ്ഞാലും, മിനിറ്റില് 100 എണ്ണം വെച്ച് പറഞ്ഞാൽ പോലും ആ 100 പ്രാവശ്യവും കരുണ തോന്നാനായി ദൈവത്തിന്റെ കയ്യിൽ ആ കരുണാ സമ്പന്നതയുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്. അപ്പൊ ദൈവത്തിന്റെ കരുണാ സമ്പന്നതയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മളുടെ പ്രവർത്തികളിൽ നിന്ന് നമ്മൾ സീസ് ചെയ്യും. നമ്മളുടെ പ്രവർത്തികളിൽ നിന്ന് നമ്മൾ സീസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഹെവൻലി പ്ലേസസിലായിരിക്കും. ഹെവൻലി പ്ലേസസിൽ എങ്ങനെ ഇരിക്കും? ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഹെവൻലി എക്സ്പീരിയൻസ് കിട്ടും. ആ എക്സ്പീരിയൻസ് എങ്ങനെയാണ് കിട്ടുന്നത്? ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ടല്ല കിട്ടുന്നത്. ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചാൽ നമ്മൾ കിടന്ന് പെടാപ്പാട് വിടും, വഹിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് ഇമ്പോസിബിൾ. പക്ഷെ ക്രിസ്തു നമ്മളെ ഉള്ളിൽ വഹിച്ചിരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ ഒരു റെസ്റ്റിലേക്ക് എൻ്റർ ചെയ്യും. ആ ഒരു സ്വർഗീയ എക്സ്പീരിയൻസിലേക്ക് നമ്മൾ എത്തിപ്പെടും. പഴയ നിയമ ഇസ്രായേലിനോടും ദൈവം വാഗ്ദത്തം ചെയ്തു, നിനക്ക് ഞാനൊരു റെസ്റ്റ് തരും, നിനക്ക് ഞാനൊരു വിശ്രമം തരും എന്ന് പഴയ നിയമ ഇസ്രായേലിനോട് വാഗ്ദത്തം ചെയ്തിരുന്നു. ദൈവം പഴയ നിയമ ഇസ്രായേലിനോട് തന്റെ കരുണ കാണിക്കുവാനായി മോശയോട് പറഞ്ഞു, മോശെ നീ ഇസ്രായേൽ ജനങ്ങളെ എല്ലാം എനിക്ക് അവരോട് സംസാരിക്കണം, എനിക്ക് അവരെ കാണണം, സോ അവരെ എല്ലാം ഗ്യാദർ ചെയ്യുക, അവരോട് റെഡി ആവാൻ പറയുക എന്ന് പറഞ്ഞു. പക്ഷെ ഇസ്രായേൽ ജനങ്ങൾ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് ദൈവത്തിനെ കാണാൻ പേടിയാണ്, കാരണം ദൈവത്തിന്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ജീവിച്ചിരിക്കുമോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് മോശ ഒരു കാര്യം ചെയ്യും, മോശ ചെന്ന് ദൈവത്തിനോട് ചെന്ന് സംസാരിക്ക്, എന്നിട്ട് ദൈവം എന്ത് പറഞ്ഞാലും ഞങ്ങൾ അതുപോലെ ചെയ്തോളാം എന്ന് വാശി പിടിച്ചു. അപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ, പാസ്റ്റർ അങ്ങയെന്ന് പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ അച്ഛൻ അങ്ങയെന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഞങ്ങൾക്ക് ദൈവമായിട്ടൊന്നും ചെയ്യേണ്ട, കാരണം ദൈവത്തെ ഞങ്ങൾക്ക് പേടിയാ, നമ്മൾ എലിജിബിൾ അല്ല ദൈവത്തിന്റെ അടുത്ത് പോകാൻ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ പലപ്പോഴും നിൽക്കുന്നത്.
അപ്പൊ ദൈവത്തോട് ഇസ്രായേൽ ജനങ്ങളും ചെയ്തത് അങ്ങനെയാണ്. കാരണം അവർ വിചാരിച്ച അവർ എലിജിബിൾ അല്ല. കാരണം എന്താ? അവര് ദൈവത്തെ വഹിക്കുന്ന പോലത്തെ ആറ്റിറ്റ്യൂഡാ അവരുടെ. ദൈവം അവരെ വഹിക്കുന്നതാണ്, ദൈവം കരുണാസമ്പൂർണനാണെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ബോധ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? അവര് ദൈവത്തിന്റെ കരുണയിൽ വിശ്വസിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവർ ആ കരുണയിൽ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് അവരാഗ്രഹിച്ചെന്താണ്? ഞങ്ങൾക്ക് മോശ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അത് ചെയ്തോളാം. എന്നാ പിന്നെ മോശയോട് പറയാൻ പറഞ്ഞു, കുറച്ച് കൽപ്പനകൾ കൊടുത്തു, ഇവന്മാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി, അത് പറ്റിയില്ല. അപ്പം ദൈവം ഇസ്രായേൽ ജനങ്ങളോടും ഗോസ്പൽ പറഞ്ഞിരുന്നു. പക്ഷെ അവർക്ക് ദൈവത്തിന്റെ ഈ കരുണയിൽ ആ കരുണയെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവര് എന്ത് പറ്റി? അവരാ കരുണയിൽ നിന്ന് അവരാ ഗ്രേസിൽ നിന്ന് അവര് വീണുപോയി. അവര് വീണുപോയി. പക്ഷെ ഇന്ന് നമ്മളോട് ദൈവം ഈ കരുണയെ കുറിച്ച് റിവീൽ ചെയ്തേക്കാണ്. എങ്ങനെയാണ് റിവീൽ ചെയ്യുന്നത്? പ്രവാചകന്മാരിൽ കൂടെ അല്ല, സ്വന്തം പുത്രനിലൂടെ ഈ കരുണയെക്കുറിച്ച് ദൈവം റിവീൽ ചെയ്തപ്പോൾ നമ്മൾ ആ ഇസ്രായേൽ ജനങ്ങളുടെ സെയിം കോൺഷ്യൻസിലാണോ ഇരിക്കുന്നത്? അതോ നമ്മൾ ആ കരുണയിൽ വിശ്വസിക്കുമോ? അത് ദൈവത്തിന്റെ ആ റെസ്റ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമോ? അതുകൊണ്ടാണ് ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം ഒരു റെസ്റ്റ് വാഗ്ദാനം ചെയ്തു. പക്ഷെ അവരതിൽ പ്രവേശിച്ചില്ല. അവർ വാഗ്ദത്ത ദേശത്തിൽ പ്രവേശിച്ചെങ്കിലും അവർക്ക് ആ റെസ്റ്റ് അവർക്ക് കിട്ടിയില്ല. നമുക്ക് അതിനെക്കുറിച്ച് വായിക്കാം. ഞാൻ അതിനെ കുറിച്ചുള്ള വാക്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. Let us fear therefore lest haply a promise being left of entering into his rest, any one of you should seem to have come short of it. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. For indeed we have had good tidings preached unto us. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. അപ്പൊ അവരും സദ്വർത്തമാനം കേട്ടു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാത്തത് കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരം വന്നില്ല. അപ്പൊ അവരും ദൈവത്തിന്റെ കരുണയെ കുറിച്ച് കേട്ടു. ഗോഡ് ദ ഗ്രേഷ്യസ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് അവരും ഒരുപാട് കേട്ടു. പക്ഷെ ആ കേട്ട വചനം അവരിൽ വിശ്വാസമായി പരിണമിക്കാത്തത് കൊണ്ട് അവർക്ക് ആ റെസ്റ്റിലിരിക്കാൻ പറ്റിയില്ല. അവരാ വർക്ക് മോഡിലായിരുന്നു എപ്പോഴും. For we who have believed do enter into that rest, even that has said. അപ്പൊ വിശ്വസിക്കുന്ന നമുക്ക് ആ ഒരു റെസ്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. അതെങ്ങനെയാണ്? കാരണം ഭയങ്കര മഴയാണ്, ഒരു ഭയങ്കര വെയിലായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു 10-50 ദിവസമായിട്ട് നിർത്താതെ ഭയങ്കര വെയിലാണ്, വരൾച്ചയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മഴ വരും എന്നൊരു വെതർ ഫോർകാസ്റ്റ് വന്നു. അടുത്ത ദിവസം മഴ വരും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് മഴ വരും എന്നുള്ളൊരു ഫോർകാസ്റ്റ് വന്നു. ഈ ഫോർകാസ്റ്റിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എന്ത് പറ്റും? മഴ പെയ്യും. പക്ഷെ വിശ്വസിച്ചവൻ നേരത്തെ തന്നെ ആ മഴ പെയ്യും എന്നുള്ള സമാധാനത്തിലേക്ക് എൻ്റർ ചെയ്യും. വിശ്വസിക്കാത്തവൻ അയ്യോ മഴയൊന്നും പെയ്യത്തില്ലേ, എൻ്റെ എല്ലാം തീരാറായി, ഇവിടെ ഞങ്ങളൊക്കെ വരച്ച വന്ന് ചത്തുപോകും എന്ന് പറഞ്ഞ് പേടിച്ച് അവൻ റെസ്റ്റിൽ ജീവിക്കത്തില്ല. അവന്റെ റെസ്റ്റ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അവിടെ വിശ്വാസമായി പരിണമിക്കാത്തത് കൊണ്ട് അവര് റെസ്റ്റിൽ എത്തിയില്ല എന്നവിടെ പറയുന്നത്. അതേപോലെ തന്നെ അടുത്ത വാക്യം, അതേ വാക്യത്തിന്റെ ഹീബ്രൂസ് 4:8 ആകട്ടോ. ഇവിടെ പറയുന്നുണ്ട്, ഫോർ ഇഫ് ജോഷുവ ഹാഡ് ഗിവൻ ദം റെസ്റ്റ് he would not have spoken afterward of another day. അപ്പം യോശുവ അവർക്ക് റെസ്റ്റ് കൊടുത്തിരുന്നുവെങ്കിൽ യോശുവ മറ്റൊരു ദിവസത്തെ കുറിച്ച് പറയത്തില്ലായിരുന്നു. there remained therefore a sabbath rest for the people of God. ദൈവജനത്തിന് വേണ്ടി ഒരു സാബത്ത് റെസ്റ്റ് ഇരിപ്പുണ്ട്. for he that is entered into his rest has himself also rested from his work as God did from his. അപ്പോൾ ആ റെസ്റ്റിലേക്ക് പ്രവേശിച്ച ആളിന്റെ സൈൻ എന്താന്ന് വെച്ചാൽ അവന്റെ ജീവിതത്തിൽ
ദൈവത്തിനെ പ്രീതിപ്പെടുത്താനായിട്ടും ആ ആ ദൈവത്തിന്റെ പ്രീതി പിടിച്ചെടുക്കാനുമായിട്ടുള്ള ആ വർക്ക്സിൽ നിന്നും, അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന് വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ നിന്ന്, ഇതിനു വേണ്ടി ഒക്കെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസിൽ നിന്ന് അവൻ റെസ്റ്റ് എടുക്കുമ്പോഴാണ് അവൻ ശരിക്കും ദൈവീക റെസ്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത് എന്നുള്ള ഒരു വലിയ സത്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ റെസ്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ കരുണാ സമുദ്രമായ, ദൈവത്തിന്റെ കരുണാ സമ്പന്നതയിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്, ദൈവം നമുക്ക് ഓൾറെഡി ചെയ്തു കഴിഞ്ഞ ആ നന്മകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ റെസ്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. അതാണ് വിശ്വസിക്കുന്നവരുടെ അഡ്വാൻറ്റേജ്. കാരണം വിശ്വസിക്കുന്നവർക്ക് മനസ്സിലാകും, യെസ്, ഇറ്റ് ഈസ് ഓൾറെഡി ഡൺ, ഐ ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്, ഇറ്റ്സ് ഓൾറെഡി ഡൺ ഫോർ മീ എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് അവർ വരും. അവരുടെ മൈൻഡിൽ ആ ഒരു ദൈവിക സമാധാനം, ആ ഒരു ഹെവൻലി എക്സ്പീരിയൻസ് അവരുടെ ലൈഫിലേക്ക് വരും. അപ്പൊ ഈ നൊയമ്പ് കാലത്തിൽ പ്രവർത്തികളിൽ നിന്നും നമുക്ക് എല്ലാവർക്കും ഒഴിഞ്ഞിരുന്ന് ദൈവത്തിന്റെ റെസ്റ്റിലേക്ക് എൻ്റർ ചെയ്യാം. ദൈവത്തിന്റെ ആ കരുണാ സമ്പന്നതയെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കാം, കൂടുതൽ മനസ്സിലാക്കാം. ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിന്റെ റെസ്റ്റിനെ ത്യജിച്ചു കളഞ്ഞതുപോലെ നമ്മളും ദൈവത്തിന്റെ പുത്രൻ വന്ന് അവന്റെ സ്നേഹത്തെയും അവന്റെ കരുണയുടെ പൂർണ്ണതയും നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നിട്ട് നമ്മൾ ആ അറിവില്ലാത്തവരായി പോകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ എൻ്റെ ചിന്തകൾ ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ.